ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു ജഹാൻസ് കോർണർ. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്തതിന് ശേഷം ആ കുഞ്ഞു ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുക. ഈ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു വെറൈറ്റി മോഡൽ കുർത്തിയാണ് കേട്ടോ. ഇത് കണ്ടില്ലേ, നല്ല ഭംഗിയുണ്ട്. ഞാൻ ഇതിലേക്ക് ലേസൊക്കെ പിടിപ്പിച്ച് അടിപൊളിയാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഈ കുർത്തിയുടെ കട്ടിങ് ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. ഞാനിവിടെ ഇതുപോലത്തെ ഒരു 2.5 മീറ്ററിൻ്റെ തുണിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇത് ഞാൻ ലൈനിങ്ങും കൂടെ ചേർത്താണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാമല്ലേ. നമ്മുടെ തുണി 4 ലെയറായിട്ട് ഫോൾഡ് ചെയ്തെടുക്കണം. ഞാനിവിടെ ഇതിലേക്ക് വേണ്ട മെഷർമെൻറ്റ്സൊക്കെ ആദ്യമേ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഇത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത്. ഇതുപോലത്തെ ഒരു വെറൈറ്റി മോഡലായിട്ടാണ് ഞാൻ എൻ്റെ ചാനലിൽ ഇനിയും വീഡിയോസ് ഇടുന്നത്. ആദ്യം നമുക്ക് ഫുൾ ലെങ്ത് എത്രയെന്ന് നോക്കാം. എനിക്കിവിടെ കിട്ടിയിട്ടുള്ളത് 45 ഇഞ്ചാണ്. അപ്പോൾ ഞാൻ 46.5 മാർക്ക് ചെയ്യുകയാണ് കേട്ടോ. ലെങ്ത്ത് മാർക്ക് ചെയ്ത പോയിൻറ്റിൽ ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കാം. എനിക്കിവിടെ ഷോൾഡർ ലെങ്ത്ത് 14 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ ഹാഫ് 7.5 മാർക്ക് ചെയ്യാം. ഹാഫ് ഇഞ്ച് ഷോൾഡർ സ്ലോപ്പ് ഇട്ടതിന് ശേഷം ഇതുപോലെ മാർക്ക് ചെയ്യാം. ഇനി ആം ഹോള് 14 ഇഞ്ചാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഹാഫ് എന്ന് പറയുന്നത് 7 ഇഞ്ചാണ്. അപ്പോൾ ഹാഫ് ഇഞ്ച് കൂടെ കൂട്ടിയിട്ട് നമുക്ക് 7 ഇഞ്ച് മാർക്ക് ചെയ്യാം. അപ്പോൾ ആ കറക്റ്റ് ആം ഹോൾ നമുക്ക് കിട്ടും. അതുപോലെ ഒന്ന് സ്ട്രെയിറ്റായി ലൈൻ ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ചെസ്റ്റ് റൗണ്ട് എത്രയെന്ന് നോക്കാം. അപ്പോൾ എനിക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത് 38 ഇഞ്ചാണ്. അതിനെ നമുക്ക് 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 9.5 ആണ് കിട്ടുന്നത്. അപ്പോൾ ആ 9.5 നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. തയ്യൽ തുമ്പൂടെ കൂട്ടി ഒരു 1.5 ഇഞ്ച് ഓർ 2 ഇഞ്ച് മാർക്ക് ചെയ്യാം. അപ്പോൾ ആ മുകളുടെ ലൈനൊന്ന് മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് വേസ്റ്റ് ലെങ്ത്ത് എത്രയെന്ന് നോക്കാം. വേസ്റ്റ് ലെങ്ത്ത് എനിക്കിവിടെ 15 കിട്ടിയിട്ടുള്ളത്. അപ്പോൾ 15 നമുക്കൊന്ന് താഴോട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. വേസ്റ്റ് വിഡ്ത്ത് എത്രയെന്ന് നോക്കാം. 32. അപ്പോൾ 32നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 8 കിട്ടും. അപ്പോൾ നമുക്ക് 8 ഇഞ്ചിലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. പിന്നെ 1.5 ഇഞ്ച് കൂടെ എക്സ്ട്രാ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഒന്ന് സ്ട്രെയിറ്റായി ലൈൻ ഇട്ട് കൊടുക്കണം വേസ്റ്റ് പോയിൻറ്റിൽ. കുർത്തിയുടെ താഴെ ഭാഗത്തേക്ക് നീങ്ങാം. അവിടെ നമുക്ക് എത്രയാണ് വിടുത്ത് കിട്ടണമെന്ന് വെച്ചാൽ അത് തന്നെ എടുക്കുക. അതിൽ നിന്ന് 5 ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്യാം. എന്നിട്ട് 12 ഇഞ്ച് മുകളിലേക്ക് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം. എന്നിട്ട് 5 ഇഞ്ചിൽ നിന്ന് 12 ഇഞ്ചിലേക്ക് ഇതുപോലെ ഒന്ന് സ്ലോപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി വേസ്റ്റ് പോയിൻറ്റിൽ നിന്ന് 12 ഇഞ്ച് മാർക്ക് ചെയ്ത പോയിൻറ്റിലേക്ക് ഒന്ന് സ്ട്രെയിറ്റ് ലൈൻ ആക്കി കൊടുക്കാം. എനിക്കിത് സ്റ്റെപ്പായി ഞാൻ കാണിച്ച് തരുന്നുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. ഒരു വെറൈറ്റി മോഡലാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഒക്കെ ഒന്ന് ലൈക്ക് ചെയ്യുന്നുണ്ട്. ഇനി വേസ്റ്റ് പോയിൻറ്റിൽ നിന്ന് താഴോട്ട് വരെ 6 ഇഞ്ച് മാർക്ക് ചെയ്യാം. നമ്മുടെ നെക്കിൻ്റെ ഹാഫ് അനുസരിച്ചാണ് നമ്മുടെ ഈ 6 പോയിൻറ്റ് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ നെക്കിൻ്റെ ഹാഫ് ഇവിടെ 3 ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് 6 പോയിൻറ്റിൽ ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. നെക്ക് സൈസ് പ്രകാരമാണ് ഇതിൻ്റെ മാർക്കിങ് വരുന്നത്.
ഇനി വേസ്റ്റ് വിഡ്ത്തിൽ 2 ഇഞ്ച് താഴേക്ക് ഇതുപോലെ മാർക്ക് ചെയ്യുക. അതുപോലെ സൈഡിലോട്ട് മാർക്ക് ചെയ്യുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. അയ്യോ സോറി കേട്ടോ, ഹോൾ മാർക്കിങ് ഇതിൽ മിസ്സായിട്ടുണ്ട്. അപ്പോൾ ഞാൻ മാർക്ക് ചെയ്തത് കാണിച്ചു തരാണ്. അപ്പോൾ ഇനി നിങ്ങൾക്ക് വല്ല ഡൗട്ട് ഉണ്ടെങ്കിൽ എൻ്റെ മുമ്പത്തെ വീഡിയോസ് നോക്കിയാൽ കിട്ടുന്നുണ്ടോ, ഇതിലുണ്ടാവും. അതിൽ മാറ്റമൊന്നുമില്ല, സാധാരണ നമ്മൾ ചെയ്യുന്നത് പോലെ തന്നെയാണ്. ഇനി നമുക്ക് കട്ടിങ് എങ്ങനെയെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത പോയിന്റിൽ കൂടെ തന്നെ നമ്മൾക്ക് കട്ട് ചെയ്തെടുക്കാം. ഫസ്റ്റ് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ആദ്യം ബാക്ക് ആം ഹോള് മാത്രം കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ താഴെ വരെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി ഈ പോയിന്റിലൂടെ തന്നെ കട്ട് ചെയ്ത് കൊടുക്കാം. ആ കറക്റ്റ് ആ പോയിന്റിൽ കൂടെ തന്നെ കട്ട് ചെയ്യാൻ ശ്രമിക്കണം. ഇനിയുള്ള കട്ടിങ്ങിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ ആ ഷേപ്പ് ചെയ്തെടുത്തില്ലേ, ആ പോയിന്റിൽ കൂടെ തന്നെ നമ്മൾ കട്ട് ചെയ്യാൻ ശ്രദ്ധിക്കണം. ഒരിക്കലും വേസ്റ്റ് പോയിന്റിലൂടെ കട്ട് ചെയ്ത് പോകരുത്. ഇനി നമ്മൾ ആ പോയിന്റ് മാർക്ക് ചെയ്തിരുന്ന ആ പോയിന്റിലൂടെ നമുക്ക് താഴെ വരെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. പോയിന്റ് മാർക്ക് ചെയ്തതിന് ആ പീസിൽ ഇതുപോലെ ചെറുതായിട്ടൊന്ന് റൗണ്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ കട്ടിങ് ഇത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ട് ആം ഹോൾ കട്ടിങ് ശ്രദ്ധിക്കാം. ഇത് ഇതുപോലത്തെ കട്ടിങ് ആയതുകൊണ്ടാണ് ലാസ്റ്റ് ഞാൻ ഫ്രണ്ട് ആം ഹോൾ കട്ട് ചെയ്യുന്നത്. ഇനിയും ഇഷ്ടമുള്ളവർക്ക് കൊടുക്കാം, അല്ലാത്തവർക്ക് അത് ഒഴിവാക്കാം. പിന്നെ എത്ര വേണമെങ്കിലും ലെങ്ത്തിലും കൊടുക്കും ചെയ്യാം. ഞാനിത് നീ ലെങ്ത്ത് വരെ കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ലൈനിങ് പീസ് 4 ഫോൾഡ് ചെയ്തതിന് ശേഷം ഇതുപോലെ അതിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് മാറ്റിയെന്ന പീസുകൾ വെച്ച് കൊടുക്കാം. ലൈനിങ് നമ്മൾ നേരത്തെ കട്ട് ചെയ്തതിന് പീസിൻ്റെ ഷേപ്പിൽ ഒരിക്കലും കട്ട് ചെയ്യരുത്. നമ്മൾ ജോയിൻ്റ് കട്ടിങ്ങിലൂടെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ചേഞ്ച് വരും. അതുകൊണ്ടാണ് ലൈനിങ് കൂടെ കട്ട് ചെയ്യണ്ടെന്ന് പറഞ്ഞത്. എക്സ്ട്രാ എടുത്ത് മാർക്ക് ചെയ്തതിന് ശേഷം അതിലൂടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് എത്ര ലൈനിങ് ലെങ്ത്ത് വേണ്ടോ അതുവരെ നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഞാനിനി ഇവിടെ ഓപ്പൺ സ്ലിറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഇഷ്ടമുള്ളതുപോലെ ചെയ്യാം, ലെങ്ത്ത് ഒരുപാട് ആയതുകൊണ്ടാണ്. സ്ലീവ് കട്ടിങ് നോക്കാം. അപ്പോൾ സ്ലീവ് ലെങ്ത്ത് 50 ഇഞ്ചാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ 50 ഇഞ്ച് മാർക്ക് ചെയ്യാം. മുകളിൽ 1/2 ഇഞ്ച് വിട്ടതിന് ശേഷം നമ്മളെ ആം ഹോൾ ലെങ്ത്ത് 14 പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 14ൻ്റെ 1/2 7 എടുത്ത് മാർക്ക് ചെയ്യാം. ശേഷം താഴെ 3 ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്ത് സ്ലോപ്പ് ലൈൻ ഇട്ട് കൊടുക്കുക. സ്ലീവിൻ്റെ മുകളിൽ 1/2 ഇഞ്ച് കൊടുത്തത് അവിടെ ലേസ് കൊടുക്കുന്നതുകൊണ്ടാണ്. ഇനി 1.5 ഇഞ്ച് നമുക്ക് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്യാം. ഇനി ഇതിൻ്റെ സെൻറ്റർ പോയിന്റിൽ നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ആ സെൻറ്റർ പോയിന്റിൽ നിന്ന് ഇതുപോലെ ഒന്ന് പുറത്തേക്ക് ചെറിയൊരു കർവിട്ട് കൊടുക്കാം. അതുപോലെ ഉള്ളിലേക്ക് ചെറിയൊരു കർവിട്ട് കൊടുക്കാം.
ബാക്ക് സ്ലീവ് മാർക്കിങ് കഴിഞ്ഞു. ഇനി ഫ്രണ്ട് സ്ലീവ് മാർക്കാണ്. അപ്പോൾ നമ്മൾ ആ പോയിന്റിൽ അതിൻ്റെ സെൻറ്റർ പോയിന്റിൽ നമുക്കൊരു 1/2 ഇഞ്ച് കൂട്ടിന് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. സ്ലീവ് റൗണ്ട് 10 ആണ്, അതിൻ്റെ ഹാഫ് 5 ആണ്. 5ൻ്റെ കൂടെ 1/2 ഇഞ്ച് കൂടെ ചേർത്ത് മാർക്ക് ചെയ്തെടുക്കാം. അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പൂടെ മാർക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ബാക്ക് സ്ലീവ് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഫ്രണ്ട് പാർട്ട് സ്ലീവ് എടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് ആ പോയിന്റിലൂടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇനി ക്യാൻവാസ് ഒന്നും ഇല്ലാതെയാണ് ഞാൻ ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്തെടുക്കുന്നത്. എനിക്ക് വളരെ ഈസി ആയിട്ട് തോന്നിയിരിക്കുന്നത് ക്യാൻവാസ് ഇല്ലാതെയാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് ഡബിളായിട്ടൊന്ന് ഫോൾഡ് ചെയ്തതിന് ശേഷം നമുക്ക് നെക്ക് കൊടുത്ത് എന്ന് പറഞ്ഞിരിക്കുന്നത് 3 ഇഞ്ചാണ്. അപ്പോൾ 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് താഴോട്ട് നമുക്ക് പറഞ്ഞിട്ടുള്ളത് 7 ഇഞ്ചാണ്. അപ്പോൾ നമുക്ക് 7 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ഒന്ന് ലൈൻ ഇട്ടതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള നെക്ക് ഡിസൈൻ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ബാക്ക് നെക്കും ഇതുപോലെ ചെയ്താൽ മതി. അതിൽ താഴോട്ടുള്ള ലെങ്ത്ത് മാത്രമുള്ള ഡിഫറൻസ് ആയിട്ട് വരുന്നത്. അത് നമുക്ക് 2.5 3.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ ബാക്ക് നെക്കും ഫ്രണ്ട് നെക്കും കട്ട് ചെയ്ത് എടുക്കാം. അപ്പോൾ നമ്മുടെ കുർത്തിയുടെ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനിതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ നെക്സ്റ്റ് വീഡിയോയിൽ ഇടാം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ആ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക.